ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുമിത്രയും സരസ്വതിയും കൂടി റൂമിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സുമിത്രയ്ക്കാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇനി എങ്ങനെ ഒരു രക്ഷയില്ല എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിങ്ങനെ ഇരിക്കുവാണ്. സരസ്വതി അമ്മയിൽ നിന്ന് ഒരു മോചനം ഇനി സുമിത്രയ്ക്ക് ഇല്ലെന്നുള്ള കാര്യം സുമിത്രയ്ക്ക് നന്നായിട്ട് തന്നെ മനസ്സിലായി. അങ്ങനെ അവർ തമ്മിലുള്ള സംസാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സരസ്വതി അമ്മ ഇങ്ങനെ അവിടെ മുറിയിലിരിക്കുന്നു. നമ്മുടെ സുമിത്രയാണെന്നുണ്ടെങ്കിൽ പതുക്കെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ വരിക. അപ്പോൾ സുമിത്ര ഇങ്ങനെ പലതും ആലോചിച്ച് ഇങ്ങനെ ഇറങ്ങി വരുന്നു. അപ്പോൾ അടുക്കളയിലേക്ക് പോകാനായിട്ടാണ് സുമിത്ര ഇറങ്ങി വരുന്നത്. അങ്ങനെ ഇറങ്ങി വരുന്ന സുമിത്ര യാദൃച്ഛികമായിട്ട് ഈ അരവിന്ദനും അതുപോലെ തന്നെ രഞ്ജിതയും കൂടി സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് ഇടയായി. അത് വേറൊന്നുമല്ല, ഇവർ രണ്ടുപേരും കൂടി അനിരുദ്ധിനെ കണ്ടുപിടിക്കാനുള്ള പദ്ധതികളും പ്ലാനും ഒക്കെ ഒരുക്കിയിരുന്നല്ലോ. പക്ഷേ ഇത്രയും ദിവസമായിട്ടും അതിനൊരു ഫലം കണ്ടില്ല. അനിരുദ്ധൻ എവിടെയാണ് എന്നുള്ളത് കണ്ടെത്താനായിട്ട് രഞ്ജിതയെ കൊണ്ടോ അല്ലെങ്കിൽ അരവിന്ദനെ കൊണ്ടോ കഴിഞ്ഞിട്ടില്ല. ഇതിനെപ്പറ്റി ഇവർ രണ്ടുപേരും കൂടി അവിടെ നിന്നിങ്ങനെ സംസാരിക്കുക. അപ്പോൾ ഈ അനിരുദ്ധിനെ പറ്റി ഒരു വിവരവും കിട്ടിയിട്ടില്ലെന്നും എവിടെയാണെന്ന് ഒരു വിവരവും ഇല്ല എന്നുള്ള കാര്യം പറയുന്ന സമയം അത് ഇനിയും നീട്ടിവെക്കാൻ പറ്റില്ല. അനിരുദ്ധൻ എവിടെയാണെന്ന് നമ്മൾക്ക് അറിഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ അത് അപകടമാണെന്നും അനിരുദ്ധൻ എവിടെയുണ്ടെങ്കിലും അവനെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ സുമിത്ര അതുവഴി വരുന്നത്. ഇവർ അനിരുദ്ധിനെ കണ്ടുപിടിക്കണമെന്നും അനിരുദ്ധ എവിടെയാണെന്ന് അറിഞ്ഞേ തീരുമെന്നും ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതും കേട്ട് അത് കേട്ട നമ്മുടെ സുമിത്രയ്ക്ക് മനസ്സിലായി എന്തോ ഒരു ദുരൂഹത ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന്. സുമിത്ര എന്നിട്ട് ഇതിങ്ങനെ ശ്രദ്ധിച്ചു. അപ്പോൾ ഇവരിങ്ങനെ ഇതിനെപ്പറ്റി പറയുമല്ലേ. അത് കഴിഞ്ഞ് നമ്മുടെ സുമിത്ര ഇങ്ങനെ വരുന്നത് അവർ രണ്ടുപേരും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര ഇത് കേട്ടു എന്ന് ഭാര്യയ്ക്കും ഭർത്താവിനും മനസ്സിലായി. പണി പാളി എന്ന് രണ്ടുപേർക്കും മനസ്സിലായി. അങ്ങനെ രണ്ടുപേരും ഇനി എന്ത് ചെയ്യുമെന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സുമിത്ര അവരുടെ അടുത്തേക്ക് ചെന്നു. നിങ്ങളിപ്പോൾ ആരെ കണ്ടുപിടിക്കുന്ന കാര്യമോ പറഞ്ഞത്? എന്താ നിങ്ങളിപ്പോൾ പറഞ്ഞതെന്നും ചോദിച്ച്. അപ്പം ഞങ്ങൾ ആരെയും കണ്ടുപിടിക്കുന്ന കാര്യം പറഞ്ഞില്ലല്ലോ, ഞങ്ങൾക്ക് എന്തിനാ ആരെ കണ്ടുപിടിച്ചിട്ട് എന്ത് കിട്ടാനാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവർ കിടന്ന് ഉരുണ്ട് കളിച്ചപ്പം നിങ്ങൾ അനിരുദ്ധൻ്റെ കാര്യമല്ലേ സംസാരിച്ചതെന്ന് ചോദിച്ചു. അനിരുദ്ധൻ്റെ കാര്യമോ? നിനക്ക് എന്ത് പറ്റി സുമിത്രേ? നീ എന്താ സ്വബോധത്തിലൊന്നും അല്ലേ നടക്കുന്നത്, അല്ലെങ്കിൽ സ്വബോധത്തോടെ കൂടിയൊന്നും അല്ലേ ജീവിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ സുമിത്രയുടെ വായ അടപ്പിക്കുകയാണെങ്കിൽ അത്ര ഒരു നല്ല കാര്യമാണല്ലോ. അത് അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും കൂടെ ചെയ്തു. സുമിത്ര പിന്നെ ഒരു അഭിനയിക്കുന്ന രീതിയിൽ തന്നെ അവിടെ നിൽക്കുകയും ചെയ്തു ഇവരുടെ മുന്നിൽ. അങ്ങനെ സുമിത്ര ഉള്ളത് മനസ്സിൽ ഇതാക്കിക്കൊണ്ട് അവിടെ നിന്ന് ഇങ്ങ് പോരുകയും ചെയ്തു. ഈ സമയം പങ്കജ് അങ്ങോട്ടേക്ക് കയറി വന്നു. പങ്കജ് അങ്ങ് കയറി വന്നു കഴിഞ്ഞപ്പോൾ സുമിത്ര ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് പങ്കജ് സുമിത്രയോട് ചോദിച്ചു, ആൻറ്റി എന്താ ആലോചിക്കുന്നതെന്ന്. ഒന്നുമില്ല, അന്ന് പൂജ അമ്പലത്തിൽ പോയ സമയത്ത് പങ്കജും പൂജയുടെ കൂടെ പോയില്ലായിരുന്നു എന്ന് ചോദിച്ചു. പോയിരുന്നു. എന്താ ആൻറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല, വെറുതെ ചോദിച്ചതാണെന്ന് പറഞ്ഞു. അല്ല ആൻറ്റി എന്താ ഇപ്പം അങ്ങനെ ചോദിക്കാൻ? അല്ല അന്ന് അനിരുദ്ധനെക്കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടിയായിരുന്നോ എന്ന് ചോദിച്ചിങ്ങനെ സുമിത്ര ഓരോന്ന് കിള്ളി ഇവനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ കിടന്ന് ഉരുണ്ട് കളിച്ചു. സുമിത്ര ഒന്നും അറിയാത്തതുപോലെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നുള്ളൊരു മട്ടിൽ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് സുമിത്രയുടെ മനസ്സിൽ എന്തോ ഒന്ന് ഒളിഞ്ഞു കിടപ്പുണ്ടെന്നുള്ള കാര്യം പങ്കജിന് വ്യക്തമായിട്ട് മനസ്സിലായി. പങ്കജ് നേരെ അമ്മയ്ക്കരികിലേക്ക് ചെന്നു. അമ്മേ, എന്താ അമ്മേ പ്രശ്നമെന്ന് ചോദിച്ചു. പ്രശ്നമോ? എന്ത് പ്രശ്നം? ഇവിടെയെങ്കിലും ഒരു പ്രശ്നമില്ലല്ലോ. അതല്ല, സുമിത്ര ആൻറ്റി ആയിട്ട് അമ്മ എന്തെങ്കിലും പറഞ്ഞോ, അല്ലെങ്കിൽ അമ്മയെ എന്തെങ്കിലും വഴക്കുണ്ടാക്കിയോ എന്ന് ചോദിച്ചപ്പോൾ അവളുമായിട്ട് ഞാനെന്തിനാണ് വഴക്കുണ്ടാക്കുന്നത്? എനിക്ക് അവളോട് വഴക്കുണ്ടാക്കേണ്ട കാര്യം എന്താ? അമ്മേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ വീട്ടിലെ ഓരോ നീക്കങ്ങളും വളരെ സൂക്ഷിച്ച് വേണം. സുമിത്ര ആൻറ്റിയെ വളരെയേറെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഏത് നേരവും സുമിത്ര ആൻറ്റിയിൽ ഒരു കണ്ണ് വേണമെന്നൊക്കെ പറഞ്ഞ് മകൻ അമ്മയ്ക്ക് ഉപദേശം കൊടുക്കുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ രഞ്ജിതയ്ക്ക് മനസ്സിലായി എന്തോ ഒന്നുണ്ടെന്ന്. ഞങ്ങളിങ്ങനെ സംസാരിച്ചായിരുന്നു എന്ന് ഇങ്ങനെ നേരത്തേക്ക് അമ്മ പറയുകയും ചെയ്തു മകനോട്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവരുടെ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ വേണം. കാരണം അവരെ അങ്ങനെ നിസ്സാരമായിട്ട് അമ്മ കാണേണ്ട കാര്യമില്ല. കാരണം അവർ നിസ്സാരക്കാരിയല്ല എന്ന്. അങ്ങനെ ഇവർ തമ്മിൽ അത് സംസാരിച്ചിട്ട് മകൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രഞ്ജിത ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക, മകനാ പറഞ്ഞതിനെപ്പറ്റി. അങ്ങനെ ആ ഒരു കാര്യങ്ങളും ഇതെല്ലാം അവിടെ സംഭവിക്കുന്നു. ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിരുദ്ധ് ഇങ്ങനെ വരുമ്പോൾ സ്വരമോൾ ഇങ്ങനെ അവിടെ ഇരിക്കുക. അപ്പോൾ സ്വരമോൾ അവിടെ ഇരുന്ന് എന്തോ ആലോചിക്കുക. അപ്പോൾ ആലോചിക്കുന്ന സ്വരമോളെ കണ്ടു കഴിഞ്ഞപ്പോൾ അനിരുദ്ധ് ചോദിച്ചു, എന്താ മോൾ ഇത്രമാത്രം ആലോചിക്കുന്നത്, എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പം ഒന്നുമില്ല ഡാഡി, ഒന്നുമില്ലേ, പിന്നെ എന്തിനാ എൻ്റെ മോളിങ്ങനെ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു. അതെ, അന്ന് അമ്പലത്തിൽ വെച്ച് നടന്ന കാര്യത്തെപ്പറ്റി ഞാൻ ഓർക്കായിരുന്നു എന്ന് പറഞ്ഞു. അമ്പലത്തിൽ വെച്ച് നടന്ന കാര്യമോ? എന്ത്? അന്ന് അച്ഛമ്മയുടെ ഫോട്ടോ പൊട്ടിയില്ലേ, ആ കാര്യമേ. എൻ്റെ ടീച്ചറമ്മയെ കാണാൻ അച്ഛൻ്റെ അമ്മയുണ്ടല്ലോ, എൻ്റെ അച്ഛമ്മ, എൻ്റെ അച്ഛമ്മയെ പോലെ തന്നെയുണ്ട്, അതേ മുഖമാ എന്നൊക്കെ പറഞ്ഞു കൊച്ചിങ്ങനെ ഈ കാര്യം പറഞ്ഞപ്പോൾ
ഇത് കേട്ട് നമ്മുടെ അനിരുദ്ധ് ഇങ്ങനെ അമ്പരപ്പോട് കൂടി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ സുമിത്ര ഈ ടീച്ചറമ്മയെ ഒന്ന് കണ്ടു നോക്ക്, ഈ ടീച്ചറമ്മയെ കാണുമ്പോൾ ഞാൻ പറയുന്നത് സത്യമാണെന്ന് ഡാഡിക്ക് മനസ്സിലാകും. കാരണം അതുപോലെ അച്ഛമ്മയെ പോലെ തന്നെയാണ് എൻ്റെ ടീച്ചറമ്മ ഇരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ കൊച്ചിങ്ങനെ പറയണം. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് പെട്ടെന്ന് വിശ്വൻ കേൾക്കാനിടയായി നമ്മുടെ വിശ്വൻ എന്ത് ചെയ്തു, ഓടി വന്ന് കൊച്ചിനെ അങ്ങോട്ടേക്ക് അങ്ങ് എടുത്തു. കാരണം ഇവിടെ നിന്ന് കൂടുതൽ സംസാരിച്ചാൽ കളി കാര്യമാകുമെന്നുള്ള കാര്യം വിശ്വന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ വിശ്വൻ ഇങ്ങനെ മോളെ എടുത്തുകൊണ്ട് സോപ്പിട്ട് കൊഞ്ചിച്ച് അവിടെ നിന്ന് അങ്ങ് കൊണ്ടുപോകുക. അല്ല, ഡാഡിയും മോളും കൂടി എന്ത് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അത് പിന്നെ ഞാൻ പറയുമായിരുന്നു, എൻ്റെ ടീച്ചറമ്മയുണ്ടല്ലോ, ടീച്ചറമ്മയെ കാണാൻ അച്ഛമ്മയെ പോലെ തന്നെ ഉണ്ടെന്ന്. പണി കിട്ടി എന്ന് മനസ്സിലായിക്കൊണ്ട് അതൊക്കെ മോൾക്ക് വെറുതെ തോന്നുന്നതാ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് വിശ്വൻ. ഇല്ല, സത്യമായിട്ടും അങ്ങനെ തന്നെയാ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ, ബാ മോളിങ്ങനെ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിക്കുന്ന എന്തിനാണ്, ഇങ്ങ് വാ, ഞാൻ എടുത്തോണ്ട് എന്തോ തരാമെന്നും പറഞ്ഞ് കൊച്ചിനെ എടുത്തോണ്ട് അങ്ങ് പോയി. അന്നേരത്തേക്ക് നമ്മുടെ അനിരുദ്ധ ഇങ്ങനെ ആലോചിക്കുക. അപ്പോഴും സുമിത്ര ജീവനോടെ ഉണ്ടെന്നുള്ളൊരു ചിന്ത അനിരുദ്ധിൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല. കാരണം അത്രമേൽ വിശ്വാസമുള്ള എല്ലാവരും പറഞ്ഞു സുമിത്ര മരിച്ചു എന്നുള്ളത്. അതുകൊണ്ട് അമ്മയാണ് ഈ പറയുന്ന ടീച്ചറമ്മ എന്ന് ഒരു രീതിയിലും ചിന്തയിലേക്ക് വന്നില്ല. എങ്കിലും ആ ടീച്ചറമ്മയൊന്ന് കണ്ടാൽ കൊള്ളാമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ആഗ്രഹം പോലെ നമ്മുടെ അനിരുദ്ധിന് തോന്നുകയും ചെയ്തു. അങ്ങനെ ആ സംഭവങ്ങൾ അവിടെ ഇങ്ങനെ നടക്കുക കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ സുമിത്ര അന്ന് സ്റ്റോർ റൂമിൽ നിന്ന് കിട്ടിയ സാധനങ്ങളെല്ലാം എടുത്ത്, അതായത് ആ ഒരു ഡയറി ഉണ്ടല്ലോ, ആ ഡയറി എടുത്ത് പൂജയുടെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോൾ അമ്മയും മോളും കൂടി ഈ തരത്തിൻ്റെ ആശാത്തികളായ രണ്ടെണ്ണങ്ങളും കൂടെ നിന്ന് സരസ്വതി അമ്മയ്ക്ക് അരികിൽ നിന്ന് സംസാരിക്കാം. അപ്പോൾ സരസ്വതി അമ്മയുടെ അരികിൽ നിന്ന് ഈ ഡയറിയെ പറ്റി സംസാരിക്കുന്നു. അപ്പോൾ പൂജ പറഞ്ഞു, അമ്മ ഈ ഡയറി ഒരിക്കലും കളയരുത്, ഒരു വലിയ തെളിവാണ്. ഈ ഡയറി വായിച്ചാൽ തന്നെ അറിയാം രഞ്ജിത ആൻറ്റിയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന്. ഇത് വെച്ച് നമുക്ക് മുന്നോട്ട് പോയിക്കൂടെ അമ്മയെന്ന് ചോദിച്ചപ്പോൾ, മോളെ അതിനുള്ള സമയമായിട്ടില്ല, ഇനിയും സമയം ആവാനുണ്ട്. നമ്മളത് വളരെ ശ്രദ്ധാപൂർവം വേണം, കാത്തിരിക്കണം, വളരെ നയപരമായിട്ടേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് ഈ സരസ്വതി അമ്മ അവിടെ ഇരുന്ന് കേൾക്കും. എന്നിട്ട് സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഓരോരോ വെപ്രാളങ്ങൾ കാണിക്കുവാണ്. കാരണം സരസ്വതി അമ്മ മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടിയിട്ടുണ്ട്. അതിന് വിപരീതമായിട്ട് ഇവർ രണ്ടുപേരും കൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സരസ്വതി അമ്മയ്ക്ക് പണി കിട്ടും എന്ന കാര്യം സരസ്വതി അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ സുമിത്ര കണ്ടെത്തിയ തെളിവുകൾ നശിപ്പിച്ചു കളയാനും മതി നമ്മുടെ സരസ്വതി അമ്മയ്ക്ക്. അങ്ങനെ സുമിത്രയും അതുപോലെ പൂജയും കൂടി ചേർന്ന് ഇവരുടെ ഈ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കാൻ നോക്കുന്നു. അപ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ തെളിവുകൾ ഇവരുടെ എല്ലാവരുടെയും മനസ്സിൽ നിന്നും കയ്യിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു വീട്ടിൽ നിന്നും ഒക്കെ നമ്മുടെ സുമിത്ര ശേഖരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ സുമിത്രയ്ക്ക് ആ സത്യത്തിലേക്ക് നടന്നെടുക്കാൻ ഉള്ള ഒരു ടൈം മാത്രം മതി. പക്ഷേ അതിന് ഇടങ്കോലിടാനായിട്ട് സരസ്വതി അമ്മ അവിടെ നിലകൊള്ളുന്നത് കൊണ്ട് എന്താകും എന്നറിയില്ല. ഇനി ഡയറി പോലും നമ്മുടെ സുമിത്രയ്ക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണണം. കാരണം അതുപോലൊരു വിത്താണല്ലോ അവിടെ കിടക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ളൊരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നാളത്തെ അടിപൊളി സൂപ്പർ ഹിറ്റ് കഥ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.